എത്തിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ സബ് ജയിലിനകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിരിക്കുന്നു. രാഹുൽ അഴിക്കുള്ളിൽ. വിനിത, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതാ അഴിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിനകത്തേക്കാണ് ഇപ്പോൾ പോലീസ് വാഹനം ഓടിച്ച് കയറ്റിയിരിക്കുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധത്തിനാണ് മാവേലിക്കര സബ് ജയിലിന് മുന്നിൽ സാക്ഷ്യം വഹിച്ചത്. രാഹുലിനെ വഹിച്ചുള്ള പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ജയിലിന് മുൻവശം വാഹനം നിർത്താൻ കഴിയാതെ നേരെ അകത്തേക്ക് കയറുകയായിരുന്നു. അത്തരത്തിൽ വലിയ ജനക്കൂട്ടമാണ്, വലിയ തരത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നത്. വലിയ സുരക്ഷ പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു. വനിതാ പോലീസുകാരടക്കം നിരവധി പോലീസുകാരെ നേരത്തെ തന്നെ പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു. അത്തരത്തിൽ വലിയ സുരക്ഷയ്ക്കിടയിലും പോലീസ് വാഹനം തടഞ്ഞു. സ്പെഷ്യൽ സബ് ജയില് സാക്ഷ്യം വഹിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ജയിലിനകത്തേക്ക് കയറി ഇപ്പോൾ അതിന് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ അഴിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴി മുതൽ നിരവധി പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ജയിലിന് മുന്നിൽ നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം MLAയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും വലിയ പ്രതിഷേധം കണ്ടതാണ്. ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് നിന്ന് ഇപ്പോൾ ജയിലിലേക്ക് എത്തിക്കുമ്പോഴും പ്രതിഷേധവുമായി എത്തുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. MLA സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. എത്രയും അടിയന്തരമായി ഇയാളെ MLA സ്ഥാനത്ത് നീക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമോപദേശം തേടി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടാൻ വേണ്ടി തയ്യാറാകണം.